ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഒരു പ്രൊഡക്റ്റ്, ഒരു പെട്ടി പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വാർമർ ഡ്രോയർ ആണ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലോട്ടേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് കേട്ടോ വാർമർ ഡ്രോയർ എന്ന് പറയും. വാർമർ ഡ്രോയർ എന്ന് പറയുന്ന പേര് പോലെ തന്നെ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റി വെച്ചിട്ട് നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫുഡായാലും പ്ലേറ്റുകളായാലും എല്ലാം നമുക്ക് ഇതിനകത്ത് ചൂടാക്കി, അതായത് ഒരു ഡ്രോയർ പോലെ തന്നെ, അതായത് ഡ്രോയർ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുക. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പുഷ് എന്ന് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, നേരെ പുറത്തേക്ക് എടുക്കുക. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ഇൻറ്റേർണൽ ക്യാവിറ്റിയിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടില്ലേ, എലീക്ക എന്ന ബ്രാൻഡിൻ്റെയാണ്. നമുക്കിവിടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഓരോ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഇങ്ങനെ 3 പ്രോഗ്രാം: ടെമ്പറേച്ചർ, ടൈം, അത് മൈനസ് കൂട്ടാനും കുറക്കാനും, പ്ലസ് കൂട്ടാനും, പോസ്, സ്റ്റാർട്ട്, ഇങ്ങനെ ഇത്ര ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. ചില മോഡലുകളിൽ നമുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു റോട്ടറി നോബ് ഉണ്ടാവും. ആ റോട്ടറി നോബായിരിക്കും നമ്മൾ നോർമലി കൺട്രോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് ഫ്രിഡ്ജിലിരിക്കുന്ന അത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ നേരെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെമ്പറേച്ചർ ഇതിനകത്ത് മെയിൻറ്റെയിൻ ആവും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇപ്പം പാത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ക്രോക്കറി ഐറ്റംസുകളൊക്കെ നമുക്ക് ചില ആൾക്കാർക്ക് ചൂടാക്കി ഉപയോഗിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചൂടാക്കി ഉപയോഗിക്കാനും വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. പാത്രങ്ങൾ വെച്ചാൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫിലിമാണ് കേട്ടോ. ഇതിൻ്റെ പുറത്തുള്ളൊരു പ്ലാസ്റ്റിക് ഫിലിമാണിത്. ആ ഫിലിമാണ് നമ്മൾ ഇതിനകത്ത് പൊളിച്ച് കളഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ അടിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പിന്നെ അതുകൂടാതെ നമുക്കിതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സപ്ലൈ ആണ് മെയിനായിട്ട്. ഇതിനകത്ത് വേണ്ട പവർ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകുവശത്ത് ഉണ്ടാവും. ഉണ്ടല്ലേ, 16 ആംപിയറിൻ്റെ സോക്കറ്റാണ്. മിനിമം ഒരു 2.5 സ്ക്വയർ mm വയറെങ്കിലും ഇതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വയറിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 2.5 സ്ക്വയർ mm അല്ലെങ്കിൽ 4 സ്ക്വയർ mm വയർ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. മോഡേൺ ആയിട്ടുള്ള കിച്ചണുകളിലെല്ലാം തന്നെ വരുന്നൊരു പ്രൊഡക്റ്റാണ് കേട്ടോ വാർമർ ഡ്രോയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു ഐറ്റം ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷന് നമുക്ക് വേണ്ട ആകെ ഇതിനകത്ത് പറയുന്ന സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാർ കേസ് ഉണ്ടാവും. ആ കാർ കേസിന് നമ്മൾ വുഡൻ്റെ ഒരു ബോക്സ് അടിക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ ഓവനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ ഇവിടെ 2 ഹോൾസ് ഉണ്ടാവും. ഫ്രണ്ടിൽ നിന്ന് ഇവിടെ താഴത്തോറുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ഉണ്ടാവും, ഒരു മുകളിലും താഴത്തൊരു ഹോൾ ഉണ്ടാവും. ഈ ഹോള് ഡയറക്റ്റ് നമ്മുടെ കബോർഡിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ മാത്രമേ ഉള്ളൂ. വേറെ മേജറായിട്ടുള്ള ഇൻസുലേഷൻ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വളരെ കോമ്പാക്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാർമർ ഡ്രോയറാണ് കേട്ടോ. ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയുടെ ബ്രോഷറുകളിൽ അവൈലബിൾ ആണ്. അതിൻ്റെ വളരെ കുറച്ച് ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എല്ലാം ഇതിനകത്തുണ്ട്. ഇപ്പം എല്ലാം ടച്ച് മോഡലൊക്കെ തന്നെയാണ് വരുന്നത്.